എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ധാരാളം ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒരു ക്രിസ്മസ് കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെയാണ്. ഇത് നമുക്ക് രണ്ട് രീതിയിൽ തയ്യാറാക്കിയെടുക്കാം. ഒന്ന് ഇൻസ്റ്റന്റ് ആയിട്ട്, മറ്റൊന്ന് ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ നാളുകൾക്ക് മുന്നേ തന്നെ ഏതെങ്കിലും ആൽക്കഹോളിക് ബിവറേജസിൽ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ സോക്ക് ചെയ്ത് വെക്കും. അപ്പോൾ ഈ രീതിയിൽ എങ്ങനെയാണ്, അതായത് ഈ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് ക്രിസ്മസ് കേക്ക് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇന്ന് 1/2 കിലോ തൂക്കം വരുന്ന ഒരു കേക്കാണ് തയ്യാറാക്കുന്നത്. അതിന് ആദ്യം നമുക്ക് ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ചുവടുകട്ടിയുള്ള ചൂടായ ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കുക. നമ്മുടെ പഞ്ചസാര പകുതിയോളം ഉരുകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ചെറുതായി ഇളക്കി കൊടുക്കുക. ഇനി നമ്മുടെ പഞ്ചസാര ബ്രൗൺ കളർ ആകാൻ തുടങ്ങുമ്പോൾ തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഈ കാണുന്നത് പോലെ പതഞ്ഞു വരാൻ തുടങ്ങുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്താലും ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. ഒരു 30 സെക്കൻഡിന് ശേഷം 1/4 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1/4 കപ്പ് പഞ്ചസാരയ്ക്ക് 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം ഫ്ലെയിം വീണ്ടും ഓൺ ചെയ്യുക. തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് അതിനെ തണുക്കാൻ വെക്കുക. ഇപ്പോൾ നമ്മുടെ ഷുഗർ കാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള നേരത്തെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം. ഈ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം. ഞാൻ ഈ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചത് റമ്മിലായിരുന്നു. ഇതിന് പകരമായിട്ട് ബ്രാൻഡി, വിസ്കി അല്ലെങ്കിൽ ഷാമ്പെയിൻ, വൈൻ ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് സോക്ക് ചെയ്യാവുന്നതാണ്. 1 കിലോ കേക്കിന് 250 ഗ്രാം ഡ്രൈ ഫ്രൂട്ട്സ് ആണ് വേണ്ടത്. നമുക്കിവിടെ 125 ഗ്രാം എടുത്താൽ മതി. ഇത് ഞാനൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ചെറുതായി ചോപ്പ് ചെയ്ത കാഷ്യൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ 1 ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഈ മൈദ ഇട്ട് മിക്സ് ചെയ്യുന്നത് നമ്മുടെ കേക്ക് തയ്യാറാക്കുമ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് താഴേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു 1/4 കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ് എന്നിവ ഇട്ട് കൊടുത്ത് ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു അരിപ്പ ഉപയോഗിച്ച് 2-3 പ്രാവശ്യം അരിച്ചെടുത്താലും മതി. ഇനി നമുക്ക് വേണ്ടത് ബട്ടറാണ്. ഇത് അൺസാൾട്ടഡ് ബട്ടറാണ്. ഇതൊരു 100 ഗ്രാം ഉണ്ട്. ഇത് ഒരു ബീറ്റർ ഉപയോഗിച്ച് ഏറ്റവും ലോയിലിട്ട് 1 മിനിറ്റ് നേരം ബീറ്റ് ചെയ്യുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ബട്ടർ ഉൾപ്പെടെ കേക്കിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. ഒരു 1/4 കപ്പ് പഞ്ചസാര എടുക്കുക. അത് പൊടിച്ചതിന് ശേഷം ഈ ബട്ടറിലേക്ക് ഇട്ട് കൊടുക്കുക. അതും ഒന്നിച്ചിട്ട് കൊടുക്കരുത്, 2-3 പ്രാവശ്യമായി ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് സൈഡിലേക്ക് തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊരു സ്പാച്ചിൽ ഉപയോഗിച്ച് ഈ കാണുന്നത് പോലെ സെൻറ്ററിലേക്ക് ആക്കി കൊടുക്കുക. ഇങ്ങനെ ഒരു 2 മിനിറ്റ് ബീറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 മുട്ടയാണ്. അതിനുവേണ്ടി ആദ്യം 1 മുട്ട ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1 മിനിറ്റ് ബീറ്റ് ചെയ്യുക. അതിനുശേഷം രണ്ടാമത്തെ മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 2 മിനിറ്റ് ബീറ്റ് ചെയ്യുക. ഇതും നേരത്തെ ചെയ്തതുപോലെ സൈഡിലേക്ക് ആവുമ്പോൾ ഒരു സ്പാച്ചില ഉപയോഗിച്ച് സെൻറ്ററിലേക്ക് ആക്കി കൊടുത്ത് ബീറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ മുട്ട ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ്, 1/2 ടീസ്പൂൺ മസാല എന്നിവ ചേർത്ത് കൊടുക്കുക. മസാല എന്ന് പറയുന്നത് കറുവാപ്പട്ട 25 ഗ്രാം, ഗ്രാമ്പു 10 എണ്ണം, ഏലക്ക 10 എണ്ണം, 2 ഇഞ്ച് നീളമുള്ള ഒരു ചുക്ക്, 1 ജാതിക്ക എന്നിവ ചേർത്ത് നന്നായി പൊടിച്ചെടുത്തതാണ്. ഇതോടൊപ്പം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കാരമൽ സിറപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഓവർ ബീറ്റിംഗ് പാടില്ല.
ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. അതും നമ്മൾ പഞ്ചസാര ഇട്ടതുപോലെ രണ്ടോ മൂന്നോ പ്രാവശ്യമായി ചേർത്ത് കൊടുത്ത് ഒരു സ്പാച്ചില ഉപയോഗിച്ച് സാവകാശം മിക്സ് ചെയ്തെടുക്കുക. കുത്തി ഇളക്കരുത്. ഈ സമയത്ത് നമുക്ക് ബീറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സ്പാച്ചില ഉപയോഗിച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ നമ്മൾ മൈദ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അതോടൊപ്പം തന്നെ പീൽ ചെയ്തെടുത്ത ഓറഞ്ചിന്റെ തൊലി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. പീൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അകത്തെ ആ വൈറ്റ് ഭാഗം വരരുത്, പുറത്തുള്ള ഭാഗം മാത്രം വന്നാൽ മതി. വൈറ്റ് ഭാഗം വന്നു കഴിഞ്ഞാൽ അതിൽ കയ്പരസം വരും. ഈ ഓറഞ്ചിന്റെ തൊലി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ കേക്കിന് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നതായിരിക്കും. ഈ ഓറഞ്ചിൻ്റെ തൊലി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബേക്കിംഗ് പാനിലേക്ക് മാറ്റാം. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ ബേക്കിംഗ് പാനാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഓയിൽ അപ്ലൈ ചെയ്ത് ഒരു ബട്ടർ പേപ്പർ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ബേക്കിംഗ് പാനിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മുടെ സ്പാച്ചില ഉപയോഗിച്ച് അതിൻ്റെ മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി ഈ കേക്ക് ട്രേ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഈ കേക്കിനുള്ളിൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോകുന്നതിനും ഇതൊന്ന് ലെവലാകുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ടാപ്പ് ചെയ്യുന്നത്. ഇനി വേണമെങ്കിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കാഷ്യൂ നട്ട്സും ഒക്കെ ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അതിനുവേണ്ടി 170 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഞാനിത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ കേക്ക് ബേക്കായി വരാൻ വേണ്ടി എനിക്ക് 170 ഡിഗ്രിയിൽ 50 മിനിറ്റ് സമയം വേണ്ടി വന്നു. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അല്പം തണുത്തതിന് ശേഷം ഇതുപോലെ റമ്മോ അല്ലെങ്കിൽ വൈനോ ഒരു ബ്രഷ് ഉപയോഗിച്ച് കേക്കിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് കൂടുതൽ ദിവസം കേക്ക് കേടാവാതിരിക്കുന്നതിനും നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിനും വേണ്ടിയാണ്. ഇനി ബേക്കിംഗ് പാനിൽ നിന്നും എടുത്തതിന് ശേഷം അതിൻ്റെ എല്ലാ സൈഡിലും ഇത് ഇങ്ങനെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി കേക്ക് നന്നായി തണുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ഒരു ഫോയിൽ പേപ്പറിലോ അല്ലെങ്കിൽ ക്ലിംഗ് റാപ്പോ ഉപയോഗിച്ച് പൊതിഞ്ഞ് സൂക്ഷിക്കേണ്ടതാണ്. 2 ദിവസമെങ്കിലും ഇങ്ങനെ വെച്ചതിന് ശേഷം മാത്രം കേക്ക് കട്ട് ചെയ്ത് ഉപയോഗിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ കേക്കിന് യഥാർത്ഥ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്മസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിത് ഒരു ക്ലിംഗ് റാപ്പിൽ കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് മാറ്റിയിട്ട് ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം. ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കുന്ന ക്രിസ്മസ് കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഇത് കണ്ടോ, ഇത് വളരെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.